ഇന്ന് നമുക്ക് ചീന ട്രോഫി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പലഹാര കച്ചവടം നടത്തുന്ന നായകൻ പലഹാരം കഴിച്ച് നായികയ്ക്കും കുടുംബത്തിനും പ്രശ്നം വരികയാണ്. അതേ തുടർന്ന് നായകന് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സത്യവും പുറത്തു വരികയാണ്. നായകന്റെ വീട് ജപ്തിയാകാറുമായി. എന്നാൽ നായകനെ തിരക്കി ചൈനയിൽ നിന്നും ഒരു പെണ്ണ് വരികയാണ്. ആരാണ് ആ പെണ്ണ്, പിന്നെ അതിനുശേഷം നായകൻ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ രാജേഷിനെ കാണിക്കുന്നു. രാജേഷ് പലഹാരമൊക്കെ ഉണ്ടാക്കി കടകളിൽ വിൽക്കാറാണ് പതിവ്. ഒരിക്കൽ ഉണ്ണിയപ്പം കഴിച്ച് വയറിന് പ്രശ്നമായി എന്ന് പറഞ്ഞ് ഒരു ഫാമിലി കേസ് കൊടുത്തതിനാൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ രാജേഷിന്റെ ലൈസൻസ് കട്ടാക്കി. അയൽവാസി വീഡിയോ പിടിച്ച് വൈറലാക്കിയതിനാൽ നാട്ടുകാർ മുഴുവൻ വീഡിയോ കണ്ട് രാജേഷിനാകെ നാണക്കേടുമായി. നാട്ടുകാരവന്റെ മെക്കിട്ട് കയറാനായും തുടങ്ങി. എന്നാൽ ഉണ്ണിയപ്പം കഴിച്ച് ഹോസ്പിറ്റലായ തെരേസയും കുടുംബത്തെയും ചെന്ന് കണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേയില്ല, ഇത് വേറെ എന്തോ ആണ്, അതുകൊണ്ട് കേസ് പിൻവലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തെരേസ അതിന് തയ്യാറാകില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് രാജേഷ് ലോൺ എടുത്തതിനെ തുടർന്ന് വീട് ജപ്തിയായ കാര്യം അറിയുന്നത്. സഹോദരിയെ കെട്ടിക്കാനെടുത്ത കാശായതിനാൽ സഹോദരിയോട് കാശ് ചോദിക്കാമെന്ന് കരുതി ചെന്നപ്പോഴാണെങ്കിലോ സഹോദരിയും കൈയൊഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മീൻകാരൻ കൊണ്ടുവന്ന മീൻ കഴിച്ച് തെരേസയുടെ അയൽവാസിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. അതിൽ നിന്നും അന്ന് കഴിച്ച ഉണ്ണിയപ്പമല്ല പ്രശ്നം, മീനായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. കാരണം എന്തെന്നാൽ അയാളിൽ നിന്നും അന്നവർ മീൻ വാങ്ങിയിരുന്നു. മുത്തശ്ശിക്ക് രാജേഷിനോട് സഹതാപം തോന്നി. ലോൺ അടയ്ക്കാനുള്ള അത്യാവശ്യ കാശ് കൊച്ചച്ഛനാണെങ്കിൽ രാജേഷിന് കൊടുത്തും സഹായിച്ചു. തെരേസ കേസും പിൻവലിച്ചു. അക്കാര്യം അറിഞ്ഞ രാജേഷ് വീണ്ടും ബിസിനസ് ആരംഭിച്ചു. എന്നാൽ വീഡിയോ വൈറലായതിനാൽ ആരും പലഹാരം വാങ്ങാതായി. ആ ദേഷ്യത്തിൽ രാജേഷും ഓട്ടോക്കാരൻ ചേട്ടനും കൂടി വീഡിയോ എടുത്ത അയൽവാസിയെ ചെന്ന് കണ്ട് രണ്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. രാജേഷ് തന്റെ ബിസിനസ് വീണ്ടും ആരംഭിക്കുകയാണല്ലോ. അതേ സ്ഥലത്തേക്ക് തെരേസ വരികയാണ്. തെരേസ തനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണമെന്ന് പറയുമ്പോഴാണെങ്കിലോ രാജേഷ് അതിന് തയ്യാറായില്ല. അവളെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞു വിടും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൻ പലിശക്കെടുത്ത ആളുകളൊക്കെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. കാശിന് അത്യാവശ്യം കാരണം കൂട്ടുകാരനായ ഒരു ഡെലിവറി ബോയുടെ കയ്യിൽ നിന്നും അവൻ കാശും കടം വാങ്ങി. അവനോടൊപ്പം ജോലിക്ക് ചേർന്നാൽ കാശ് കിട്ടുമോ എന്നുള്ള കാര്യം രാജേഷ് തിരക്കുന്നുണ്ട്. അതിനവൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയും സ്കൂട്ടർ പഠിക്കണമെന്ന്. അതിനായിട്ട് രാജേഷ് നേരെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുവാനായി ചെന്നു. അവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതെല്ലാം തെരേസയായിരുന്നു. എന്നാൽ തെരേസയ്ക്ക് രാജേഷ് തന്റെ ക്ഷമ അക്സെപ്റ്റ് ചെയ്യാതെ അവളെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യം മനസ്സിലുണ്ടായിരുന്നു. ആയതിനാൽ രാജേഷിനെ ആദ്യം തന്നെ വണ്ടി തള്ളിക്കുകയാണ് ചെയ്തത്. രാജേഷ് പാവം എന്തു ചെയ്യാനാ, തെരേസ പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിച്ചു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ തെരേസ മുത്തശ്ശിയോട് അക്കാര്യമൊക്കെ പറഞ്ഞു ചിരിച്ചു. അത് കേട്ട മുത്തശ്ശി ഒന്നും ചിരിക്കാതെ നിൽക്കുമ്പോൾ എന്തു പറ്റി ചിരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ഒന്നും കേട്ടിട്ട് ചിരി വരുന്നില്ല. നമ്മൾ കാരണമാണ് അവന്റെ ബിസിനസ് ഒക്കെ പോയത്. അപ്പോൾ നമ്മൾ അവനെ ദ്രോഹിക്കുകയല്ല വേണ്ടത്, അവനെ സഹായിക്കുകയാണെന്ന് മുത്തശ്ശി പറയുന്നു. മുത്തശ്ശിക്ക് രാജേഷിനോട് നല്ല സ്നേഹമാണ്. അങ്ങനെ അടുത്ത ദിവസം തെരേസയാണെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ രാജേഷിനെ കാത്തു നിൽക്കും. എന്നാൽ രാജേഷ് വരില്ല. രാജേഷ് ഇനി പഠിക്കാൻ വരില്ല എന്ന് കരുതിയ തെരേസ അന്ന് വൈകിട്ട് തന്നെ മുത്തശ്ശിയും കൂട്ടി രാജേഷിന്റെ വീട് തിരക്കി പിടിച്ചു ചെന്നു. അപ്പോൾ അയൽവാസി പറയും, ഓ അവന്റെ ബിസിനസ് ഒക്കെ പൂട്ടിക്കെട്ടി, അവനിപ്പോൾ വലയിടാൻ പോവുകയാ, അവന് ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയും ആരുമില്ല എന്നൊക്കെ അവനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. അത് കേട്ട് സങ്കടം വന്ന മുത്തശ്ശിയും തെരേസയും രാജേഷിനെ കണ്ടുപിടിക്കാനായി പോകും. അപ്പോൾ രാജേഷ് കായൽ കരയിലിരുന്ന് വല വീശുകയായിരുന്നു. രാജേഷിനെ ചെന്ന് കണ്ടിട്ട് മുത്തശ്ശി മാപ്പ് പറയും. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നീ ജയിക്കണം, നീ എല്ലാം ഒന്നേന്ന് ആരംഭിക്കണം, നിനക്ക് നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്നൊക്കെയുള്ള ആത്മവിശ്വാസം നൽകുന്നു. തെരേസയും രാജേഷിനോട് മാപ്പ് പറയുന്നു. അങ്ങനെ രാജേഷ് ബൈക്ക് ഓടിച്ച് പഠിക്കുവാനായി വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലും. തെരേസയും രാജേഷും നല്ല കൂട്ടാവുകയാണ്. രാജേഷ് ഡെലിവറി ബോയായി ജോലിക്കും കയറി. അപ്പോൾ തെരേസ അവനോട് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ലൈവായി ജിലേബി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. രാജേഷ് അതിന് സമ്മതിക്കും. പിന്നീടുള്ള മാരേജ് ഫംഗ്ഷൻ എല്ലാം തെരേസ അവന് ലൈവായി ജിലേബി ഉണ്ടാക്കുന്ന ജോലി വാങ്ങിക്കൊടുക്കും. അവിടെയെല്ലാം രാജേഷ് ഒരു സ്റ്റാറായി. അതിലൂടെ രാജേഷിന് വരുമാനവും കിട്ടിത്തുടങ്ങി. തെരേസയ്ക്ക് രാജേഷിനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജേഷ് തെരേസയെ കാണാനായി വന്നു. കാരണം എന്തെന്നാൽ ലൈവായി ജിലേബി ഉണ്ടാക്കുന്നല്ലോ, അതിന്റെ കാശ് വാങ്ങാനായി വന്നതാണ്. അങ്ങനെ തെരേസ അടുത്തൊരു ഈവന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം രാജേഷിനോട് പറഞ്ഞു. അതേസമയം രാജേഷിനൊരു കോൾ വരും. അവന്റെ ഒരു ഹെൽപ്പർ ചേച്ചിയായിരുന്നു വിളിച്ചത്.
വേഗം വീട്ടിലേക്ക് വരുവാനായും പറഞ്ഞു. അങ്ങനെ രാജേഷും ഓട്ടോക്കാരൻ ചേട്ടനും നേരെ വീട്ടിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. രാജേഷിനെ കാത്ത് ഒരു ചൈനക്കാരി പെണ്ണിരിക്കുന്നു. അവളുടെ പേരാണ് ഷെൻ. ഷെന്നിനെ കണ്ടതും രാജേഷ് ആണെങ്കിലോ അറിയാവുന്ന ഭാഷയിലൊക്കെ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോൾ അവൾ പറയും, രാജേഷ് അല്ലേ, താൻ ചൈനയിൽ നിന്ന് വരികയാണ്, കൊച്ചച്ഛനടുത്തു നിന്നുമാണ് വരുന്നതെന്ന് അവൾ പറയും. അപ്പോൾ രാജേഷ് കൊച്ചച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ രാജേഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. നാട്ടുകാരുടെ മുന്നിലെല്ലാം രാജേഷ് നാണം കെടുകയാണ്. എന്നിട്ടവൾ ബാഗിൽ നിന്നും ഒരു മൺകുടം എടുത്തു. അതിൽ കൊച്ചച്ഛന്റെ ചിതാഭസ്മമാണ്. കൊച്ചച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, മരിച്ചുപോയി എന്നുള്ള കാര്യം പറയും. രാജേഷ് ആകെ തകർന്നു പോയി. രാജേഷിന് ആകെയുള്ള ബന്ധു എന്ന് പറയാൻ തന്നെ കൊച്ചച്ഛനായിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്ന രാജേഷിനടുത്തേക്ക് ഷെൻ വന്നിട്ട് ഒരു ഫോട്ടോ രാജേഷിനെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, കൊച്ചച്ഛൻ എവിടെ പോയാലും ഈ ഒരു ഫോട്ടോയും കൊണ്ടാണ് പോകുന്നത്. ആ ഫോട്ടോ നോക്കിയപ്പോൾ രാജേഷും കൊച്ചച്ഛനും നിൽക്കുന്ന ഫോട്ടോയായിരുന്നു. അത് കണ്ടതും രാജേഷിന് വല്ലാത്ത സങ്കടം. അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തും. അതേസമയം തെരേസയാണെങ്കിൽ ഷെന്നിനോട് സംസാരിക്കുകയായിരുന്നു. ഷെന്നും തെരേസയും സംസാരിക്കുന്നതെല്ലാം ഓട്ടോക്കാരൻ ചേട്ടനും രാജേഷും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തെരേസ രാജേഷിനെ അവരുടെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ചോദിക്കും, കൊച്ചച്ഛൻ നിനക്ക് കാശ് വല്ലതും തന്നിട്ടുണ്ടോ? അപ്പോൾ രാജേഷ് പറയും, തന്നിട്ടുണ്ട്. ലോൺ അടയ്ക്കാൻ എല്ലാം കൂടി ചേർത്ത് ഇതുവരെ തന്നതെല്ലാം ഒരു 8 ലക്ഷം രൂപ വരുമെന്ന്. ആ എങ്കിൽ ആ കാശെല്ലാം ഇവളുടേതാണ്. ഇവളുടെ നിന്ന് വാങ്ങിച്ചാണ് കൊച്ചച്ഛൻ ആ കാശെല്ലാം നിനക്ക് തന്നോണ്ടിരുന്നത്. അവൾ ഈ നാട്ടിൽ വന്നതും ആ 8 ലക്ഷം രൂപ വാങ്ങാനാണെന്നുള്ള കാര്യം തെരേസ പറയുകയാണ്. അത് കേട്ടതും രാജേഷിന്റെ കിളി പോയി. രാജേഷിന്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലാത്തതിനാൽ കുറച്ചു സമയം വേണമെന്ന് രാജേഷ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഷെന്നും അവിടെ കൂടുവാനായി തീരുമാനിച്ചു. ഷെന്നും രാജേഷും നല്ല കൂട്ടായി. നാട്ടുകാർക്കൊക്കെ അവൾ പ്രിയങ്കരിയായി. ഷെന്നാണെങ്കിൽ അമേരിക്കയിലേക്ക് പോകുവാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഷെൻ വരുന്ന വഴിയിൽ ആ നാട്ടിലുള്ള 2 പേർ ഷെന്നിനെ തടഞ്ഞു നിർത്തി. അവളോട് മോശമായി പെരുമാറുവാനായും ശ്രമിച്ചു. എന്നാൽ ഷെന്നാണെങ്കിലോ അയാളെ അടിച്ചിട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വീട്ടിൽ വന്ന ഷെന്നിനെ ഫോളോ ചെയ്ത് ആ 2 പേരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് രാജേഷുമായി തല്ലുണ്ടാവുകയും ചെയ്തു. രാജേഷിനെ അവർ തല്ലുന്നത് കണ്ട് സഹിക്കാനാകാത്ത ഷെന്നാണെങ്കിലോ അവരെ 2 പേരെയും തല്ലുകയാണ്. ഷെൻ ഒരു ശക്തിശാലിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജേഷിനെ കാണാനായി അവരുടെ നാട്ടിലെ സിബി എന്നൊരാൾ എത്തുകയാണ്. എന്തെന്നാൽ രാജേഷ് താമസിക്കുന്ന സ്ഥലമൊക്കെ സിബിക്ക് ഒരു നോട്ടമുണ്ട്. അതെല്ലാം മറ്റൊരാൾക്ക് വാങ്ങിയിട്ട് മറിച്ച് വിൽക്കാനാണ് സിബിയുടെ പ്ലാൻ. അക്കാര്യം രാജേഷിനോട് പറഞ്ഞപ്പോൾ രാജേഷ് അതിന് തയ്യാറായില്ല. രാജേഷിന് ആവശ്യമായ കാശ് കൊടുക്കാമെന്നും സിബി പറഞ്ഞെങ്കിലും രാജേഷ് കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷെന്നാണെങ്കിൽ രാജേഷിനും കൂട്ടർക്കും കഴിക്കുവാനായി ചൈനീസും ടിബറ്റനും മിക്സ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കും. അതെല്ലാവർക്കും ഇഷ്ടമായി. എന്നാൽ രാജേഷിന്റെ കൈ കാശില്ലാത്തതിനാൽ അവൻ തെരേസയോട് ഷെന്നിനോട് സംസാരിക്കണം, തിരികെ ചൈനയിലേക്ക് പോകാൻ അവന്റെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം പറയുവാനായി പറഞ്ഞു. തെരേസ അക്കാര്യം ഷെന്നിനോട് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം ഷെൻ പറയുന്നത്. ഷെന്നാണെങ്കിൽ ചൈനീസ് അല്ല, അവൾ ടിബറ്റനാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണം അവർ ഒരുപാട് ദുരിതം അനുഭവിച്ച സമയം ഷെന്നിന്റെ കുട്ടിക്കാലത്ത് തന്നെ അവർ ടിബറ്റിലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ തെരേസയോട് പറഞ്ഞു. മാത്രവുമല്ല, അമേരിക്കയിലേക്ക് പോകുവാനായി അവൾ ശ്രമിക്കുകയാണ്. 10 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിൽ കാണിക്കണമെന്നുള്ള കാര്യവും പറയും. അങ്ങനെ അക്കാര്യമെല്ലാം തെരേസ പറഞ്ഞു. ഷെന്നാണെങ്കിൽ രാജേഷിനോട് ഒരുപാട് അപേക്ഷിക്കും. തനിക്ക് ചൈനയിൽ പോകാൻ താല്പര്യമില്ല, അമേരിക്കയിലേക്ക് പോകണമെന്ന്. ഷെന്നിന്റെ സംസാരവും കരച്ചിലുമൊക്കെ കേട്ട് രാജേഷിന്റെ മനസ്സലിഞ്ഞു. രാജേഷ് അവളെ സഹായിക്കാമെന്ന് ഉറപ്പു നൽകി. പക്ഷെ അവരുടെ കയ്യിൽ കാശില്ലല്ലോ. എങ്ങനെയും കാശുണ്ടാക്കണം. അതിന് തെരേസ ഒരു ഐഡിയ പറയും. പുതുതായി ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിക്കാമെന്ന്. ഷെന്നിനെ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ പാചകം ചെയ്യിക്കാമെന്ന്. അങ്ങനെ അവർ ഹോട്ടൽ ആരംഭിച്ച് ഷെന്നിന്റെ ഫുഡാണെങ്കിൽ എല്ലായിടത്തും ഫേമസ് ആയി. അതറിഞ്ഞ പോലീസുകാരാണെങ്കിൽ അവിടെ എത്തി. ഷെന്നിന്റെ പാസ്പോർട്ടും വിസയും ഒക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഷെൻ ടൂറിസ്റ്റ് വിസയിലാണ് ഇന്ത്യയിൽ നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലായി. വിസ എക്സ്പയർ ചെയ്യാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അവളെ ചൈനയിലേക്ക് കയറ്റിവിടണമെന്ന് പോലീസ് വിരട്ടിയിട്ട് പോവുകയാണ്. എന്നാൽ അതെല്ലാം ആ സിബിയുടെ പ്ലാൻ ആയിരുന്നു. ഷെന്നിന് സങ്കടം സഹിക്കാനാകുന്നില്ല. അവൾക്കാണെങ്കിലും ചൈനയിലേക്ക് പോകുവാനായും താല്പര്യമില്ല. ഷെന്നിന്റെ സങ്കടം സഹിക്കാനാകാതെ രാജേഷ് ആണെങ്കിൽ നേരെ സിബിയെ ചെന്ന് കണ്ടിട്ട് അവന് വസ്തു കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്, അവന് ആവശ്യമായിട്ടുള്ള കാശ് നൽകണമെന്നും പറയും. സിബി കൊടുത്ത കാശ് ബാങ്കിലടച്ച് പ്രമാണവും തിരിച്ചെടുത്ത് രാജേഷ് ആ പ്രമാണം സിബിയെ ഏൽപ്പിച്ചു. ബാക്കി 10 ലക്ഷം രാജേഷിന് സിബി കയ്യിൽ കൊടുത്തു.
ആ കാശ് നേരെ അവൻ കൊണ്ടുവന്ന് ഷെന്നിനെ ഏൽപ്പിച്ചു. ഷെന്നിന് ഒരുപാട് സന്തോഷമായി. എങ്ങനെയാണ് കാശുണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ രാജേഷ് അതിന് മറുപടി നൽകിയില്ല. എന്നാൽ അതറിഞ്ഞ ആ ഓട്ടോക്കാരൻ ചേട്ടനാണെങ്കിൽ രാജേഷിനെ തല്ലുകയാണ് ചെയ്തത്. എങ്ങനെയാണ് രാജേഷ് കാശ് ഒപ്പിച്ചതെന്ന് തെരേസയ്ക്ക് അറിയില്ല. അപ്പോൾ ആ ഓട്ടോക്കാരൻ ചേട്ടൻ പറയും, ഇവൻ ഈ വീടും വസ്തുവും ആ സിബിക്ക് കൊടുത്തിട്ട് അതിന്റെ കാശാണ് ഷെന്നിനെ ഏൽപ്പിച്ചതെന്ന്. അത് തെരേസ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ അതേസമയം ഷെന്നാണെങ്കിൽ തെരേസയും കൂട്ടി പുറത്തേക്ക് പോകും. കാരണം എന്തെന്നാൽ അവൾ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്തിരുന്നല്ലോ. ആ കാര്യം അറിയാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അമേരിക്ക അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന്. കാരണമായി കാണിക്കുന്നത് ഷെന്നിന്റെ പാസ്പോർട്ട് ചൈനീസ് ആയതുകൊണ്ടാണ്. അത് കേട്ട ഷെന്നാണെങ്കിൽ ഒരുപാട് കരയും. താൻ ചൈനീസ് അല്ല ടിബറ്റൻ ആണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യാനാ, ഒന്നുകൂടി അപ്ലൈ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഷെന്നാണെങ്കിൽ തെരേസയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഷെന്നാണെങ്കിൽ ആ 10 ലക്ഷം രൂപ രാജേഷിനെ ഏൽപ്പിച്ചു. അവളാണെങ്കിൽ തെരേസയിൽ നിന്നും അവൻ വീടും വസ്തുവും സിബിയെ ഏൽപ്പിച്ച കാര്യം അറിഞ്ഞായിരുന്നു. ഈ കാശ് സിബിയെ ഏൽപ്പിച്ചിട്ട് പ്രമാണം എടുക്കാനായും പറയും. അവൾക്ക് വേണ്ടി ഇത്രയും ചെയ്തതിന് നന്ദിയും പറഞ്ഞ് അവൾ ചൈനയിലേക്ക് പോകാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട് പോകുന്നു. ഷെന്നിനാണെങ്കിൽ വല്ലാത്ത വിഷമം. അടുത്ത ദിവസം അതൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഷെൻ. അതേ സമയമായിരുന്നു അതുവഴി പാർട്ടിക്കാർ കൊടിയും പിടിച്ചു വരുന്നത്. അത് കണ്ട അവൾക്ക് ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഓർമ്മ വന്നു. ഉടനെ തന്നെ അവൾ കല്ലെടുത്ത് അതിലെ നേതാവിനെ എറിഞ്ഞു. പക്ഷെ അവൾ മനഃപൂർവ്വം ചെയ്തതില്ല, കൊടിക്കിട്ട് എറിഞ്ഞതാണ്. പക്ഷെ അത് കൊണ്ടത് നേതാവിന്. എന്നാൽ പാർട്ടിക്കാരാണെങ്കിലോ അവളെ ഓടിച്ചു. തിരികെ വീട്ടിൽ വന്ന രാജേഷും ഓട്ടോക്കാരൻ ചേട്ടനും ആ കാര്യം അറിഞ്ഞു. ഷെന്നിനെ തിരക്കി പോയപ്പോഴാണെങ്കിലോ ഷെന്നിനെ അവിടെ ഒന്നും കാണുന്നില്ല. അവൾ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഷെന്നാണെങ്കിൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണ്. തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി അച്ഛനും അമ്മയും അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു കൊടിക്കിട്ടെറിഞ്ഞതാണ് എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഷെന്നിനും ഇനി രാജേഷിനും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവരുടനെ തന്നെ ഷെന്നിനെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. എന്നിട്ട് തെരേസയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അതേസമയം പാർട്ടിക്കാരാണെങ്കിലോ ഷെന്നിനെയും രാജേഷിനെയും ഓട്ടോക്കാരനെയും തിരക്കി അവിടെയൊക്കെ അലയുകയാണ്. പോലീസുമുണ്ട് കൂടെ. അവർ തെരേസയുടെ വീട്ടിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് ഷെന്നിന് പോകാനായിട്ട് ചൈനയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. വെളുപ്പിന് 5 മണിക്കാണ് ടിക്കറ്റ്. അതിനു മുമ്പായിട്ട് ഷെന്നിന്റെ പാസ്പോർട്ടും ബാഗും ഒക്കെ എടുക്കണമല്ലോ. അതിനായിട്ട് രാജേഷും ഓട്ടോക്കാരനും വീട്ടിലേക്ക് പോകും. പോയിട്ട് ആരും അറിയാതെ ഷെന്നിന്റെ ബാഗും പാസ്പോർട്ടും ഒക്കെ എടുത്തിട്ട് വരുന്ന വഴിയിൽ ആ പാർട്ടി നേതാവിനെ കാണും. നേതാവിനോട് രാജേഷും ഓട്ടോക്കാരനും പറയും, ഷെൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവളും കുടുംബവും പാർട്ടിക്കാരിൽ നിന്നും ഒരുപാട് അനുഭവിച്ചു. അത് കണ്ട് ആ ഓർമ്മകളൊക്കെ വന്നപ്പോൾ അവൾ കൊടിക്കിട്ടെറിഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ നേതാവ് പറയും, എനിക്കറിയാടാ, ഷെൻ പാവമാണെന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ പാർട്ടിക്കാർ ഇളകി നിൽക്കുകയാ. ഞാൻ അവരെ പതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അതുകൊണ്ട് ഷെന്നിനെ എങ്ങനെയും ചൈനയിലേക്ക് പറഞ്ഞയക്കുവാനായും പറയും. അങ്ങനെ അവർ നേരെ വീട്ടിലേക്കും വന്നു. എയർപോർട്ടിലേക്കും പോവുകയാണ്. എല്ലാവർക്കും ഷെൻ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. എയർപോർട്ടിലെത്തി ഷെന്നാണെങ്കിൽ ഓട്ടോക്കാരനും രാജേഷിനും പിന്നെ തെരേസയ്ക്കുമൊക്കെ ഒരുപാട് നന്ദി പറയും. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള മനുഷ്യരെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. സമയം കിട്ടുമ്പോൾ ചൈനയിലേക്ക് വരണമെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ രാജേഷ് അവളെ വിളിക്കും. പ്രതീക്ഷയോടെ ഷെൻ തിരികെ നോക്കുന്നു. അപ്പോൾ രാജേഷ് അടുത്ത് വന്നിട്ട്, ചൈനയിൽ പോയിട്ട് തിരികെ വരണം, നമുക്ക് ആ ഹോട്ടൽ ബിസിനസ്സൊക്കെ ആരംഭിക്കണമെന്നും പറയും. ഷെന്നും ഞാൻ ഉറപ്പായി വരുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് കൈ കൊടുത്തവർ പിരിയുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. രാജേഷും തെരേസയും ചേർന്ന് വീണ്ടും ബിസിനസ് ആരംഭിച്ചു. ചൈനീസ് ടിബറ്റൻ മിക്സ് ചെയ്തുള്ള ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്തു. ഒരുപാട് ആളുകൾ അവരുടെ ഹോട്ടൽ തിരക്കി പിടിച്ചു വരികയാണ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് കച്ചവടമൊക്കെയുണ്ട്. അതേസമയം ആ പാർട്ടി നേതാവ് വരും. സിബിയുടെ കയ്യിലുള്ള രാജേഷിന്റെ പ്രമാണം പാർട്ടി നേതാവ് തിരിച്ചെടുത്തു കൊടുത്തു. സിബിക്ക് കൊടുക്കാനുള്ള കാശ് എങ്ങനെയും തിരിച്ചു കൊടുക്കണമെന്നും ആ നേതാവ് രാജേഷിനോട് പറഞ്ഞു. അതേസമയം തന്നെ അവിടേക്ക് ഓട്ടോ ചേട്ടൻ ഷെന്നിനെയും കൊണ്ടുവരികയാണ്. ഷെന്ന് വീണ്ടും ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ സന്തോഷമായി അവരുടെ ബിസിനസ്സൊക്കെ വിപുലീകരിച്ച് ഹാപ്പിയായി ജീവിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.